സ്പേസ് ചാനലിൻ്റെ വചനവിചിന്തനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സീറോ മലബാർ സഭയുടെ ആരാധന ക്രമവത്സരത്തിലെ അവസാനത്തെ കാലമായ പള്ളിക്കൂദാശ കാലത്തിലേക്ക് ഈ ഞായറാഴ്ച നാം പ്രവേശിക്കുകയാണ്. പരിശുദ്ധ സഭയെ പരമപിതാവിന് പുത്രൻ സമർപ്പിക്കുന്നതിൻ്റെ ഓർമ്മയാണ് പള്ളിക്കൂദാശ കാലത്തിൽ നാം അനുസ്മരിക്കുക. ഈ പള്ളിക്കൂദാശ കാലം തുടങ്ങുന്നതിൻ്റെ ആരംഭത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പ്രത്യേകമായി നാം ധ്യാനിക്കുമ്പോൾ പത്രോസ്ലീഹായെ സഭയുടെ തലവനായി അവരോധിക്കുന്ന സുവിശേഷ ഭാഗത്തെ നാം ധ്യാനിച്ച് പ്രാർത്ഥിക്കുക തീർത്തും അനുയോജ്യവും യുക്തവുമാണ്. ഈശോനാഥൻ വിശുദ്ധ പത്രോസ്ലീഹായോടും സ്ലീഹന്മാരോടും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്ന സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. ഈ സുവിശേഷ ഭാഗം, ഈ ഒരു സംഭവം നടക്കുന്നത് കേസറിയ ഫിലിപ്പി എന്ന ദേശത്ത് വെച്ചാണ്. ജോർദാൻ നദി തുടങ്ങുന്നത് ഹെർമോൻ എന്ന മലയുടെ തെക്കേ ചെരുവിൽ നിന്നാണ്. ഈ മലയുടെ ചെരുവിലായിട്ടാണ് കേസറി ഫിലിപ്പി എന്നറിയപ്പെടുന്ന ഈ ദേശം സ്ഥിതി ചെയ്യുന്നത്. ഗ്രീക്കുകാരും റോമാക്കാരും പാൻ എന്ന പ്രകൃതി ദേവനെ പ്രത്യേകമായി ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് കേസറിയ ഫിലിപ്പി. ഹെരോദേസ് രാജാവ് അഗസ്റ്റസ് സീസറിൻ്റെ ഓർമ്മയ്ക്കായി ദേവാലയം പണിയുകയും എല്ലാവരും അവിടെ വന്ന് ചക്രവർത്തിയെ ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യണമെന്ന് നിർബന്ധമുള്ള ദേവാലയവും ഈ സ്ഥലത്താണ്. ചുരുക്കി പറഞ്ഞാൽ അന്ധവിശ്വാസവും ചക്രവർത്തി ആരാധനയും കൊടിയൊട്ടുകാണിരുന്ന ഒരു സ്ഥലത്തു നിന്നാണ് തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വേലയുടെ വലിയ ഒരു വിശ്വാസത്തിൻ്റെ ആരംഭം ഈശോനാഥൻ കുറിക്കുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കുക. ഇതിന് വളരെ പ്രത്യേകമായ രീതിയിലുള്ള അർത്ഥമുണ്ട്. ഈ കേസറിയ ഫിലിപ്പിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹ ഈ സുവിശേഷം എഴുതുന്ന കാലഘട്ടത്തിൽ കേസറിയ ഫിലിപ്പി വളരെ ശക്തമായ രീതിയിൽ മതമർദ്ദനം നടന്നിരുന്ന സ്ഥലമായിരുന്നു. മതമർദ്ദകരുടെ വിനോദ കേന്ദ്രമെന്നും മതവിശ്വാസികളുടെ പേടിസ്വപ്നമെന്നുമാണ് ഈ സ്ഥലത്തെ പറഞ്ഞിരുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്ന് വിശ്വാസത്തിൻ്റെ ആരംഭമായ സഭയ്ക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെ വലിയ ഉത്തരവാദിത്വം വിശുദ്ധ പത്രോസ്ലീഹായെ ഏൽപ്പിക്കുന്നതായി കാണുന്നത് ഇന്ന് കാലഘട്ടത്തിൽ തികച്ചും വളരെ അനുയോജ്യവും യുക്തവുമാണ്. വിശ്വാസത്തിന് പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോവുക. ഇന്നത്തെ പ്രത്യേക അവസ്ഥയിൽ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുകയും പരിചിതനം ചെയ്യുന്നത് വളരെ ആവശ്യമുള്ള ഘടകമായി തോന്നുകയാണ്. ഈ സുവിശേഷ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന വ്യക്തിത്വം വിശുദ്ധ പത്രോസ്ലീഹായാണ്. വിശുദ്ധ പത്രോസ്ലീഹായോട് ഈശോനാഥൻ ചോദ്യം ചോദിച്ചപ്പോൾ പത്രോസ്ലീഹ അതിന് ഉത്തരം നൽകി. ആ ഉത്തരത്തിന് ഒരു പ്രതിസമ്മാനമായി ഈശോനാഥൻ പത്രോസ്ലീഹായെ പാറ എന്ന് വിളിക്കുകയാണ്. പത്രോസ്ലീഹായെ അടുത്തറിയുന്ന എല്ലാവർക്കും മനസ്സിലാകും പത്രോസ്ലീഹ ഒരിക്കലും ആ വാക്കിനെ അല്ലെങ്കിൽ ആ ഒരു വിശേഷണത്തിന് അർഹനായിരുന്നില്ല. പാറ പോയിട്ട് പൂഴി പോലെയുള്ള ഒരു സ്വഭാവമായിരുന്നു വിശുദ്ധ പത്രോസ്ലീഹായുടേത്. സുവിശേഷത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കതിനെ കാണുവാനായി സാധിക്കും. യേശുവിനോടൊപ്പം വെള്ളത്തിൽ നടക്കുവാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ മറ്റ് സ്ലീഹന്മാരുടെ മുൻപിലെല്ലാം ആളാകുന്ന ഒരു രീതിയിൽ, എന്നാൽ വിശ്വാസത്തിൻ്റെ വലിയ പാരമ്യത്തിൽ വഞ്ചിയിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങി നടക്കുന്ന പത്രോസ്ലീഹ സർവ്വപ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവൻ തന്നെ വിളിച്ചിട്ടും അവൻ കൂടെയുണ്ടായിട്ടും ഒരു ചെറിയ കാറ്റ് വന്നപ്പോൾ പേടിച്ചു പോകുന്ന പത്രോസ്ലീഹായെ കാണുവാനായി സാധിക്കും. ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ആരെല്ലാം കൂടെയുണ്ടായില്ലേലും അവസാനം വരെ കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞ പത്രോസ്ലീഹ യേശുനാഥൻ തൻ്റെ പീഡാനുഭവത്തിൻ്റെ പ്രവചനം നടത്തുന്ന അവസരത്തിൽ പേടിച്ച് ഇതൊന്നും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന പത്രോസ്ലീഹായെ നമുക്ക് കാണുവാനായി സാധിക്കും. ഏറ്റവും ഒടുവിൽ ഒരു വേലക്കാരിയുടെ നോട്ടത്തിന് മുമ്പിൽ ചൂളിപ്പോയി യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹായെ കാണുവാനായി സാധിക്കും. ഇതുപോലെ പൂഴി പോലെയുള്ള സ്വഭാവമുള്ള പത്രോസ്ലീഹായെയാണ് ഈശോനാഥൻ പാറ എന്ന് വിളിക്കുന്നത്. അതൊരു പക്ഷേ പത്രോസ്ലീഹായെ കളിയാക്കുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ആ വിളിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് കാണുവാനായി സാധിക്കും. ഈ സുവിശേഷ ഭാഗത്തെ പത്രോസിൻ്റെ മിശിഹ അനുഭവ ഭാഗമെന്ന് നമുക്ക് പറയുവാനായി കഴിയും. കാരണം പത്രോസ്ലീഹ യേശുവുമായുള്ള തൻ്റെ ബന്ധത്തെ യേശുനാഥൻ ആരാണെന്നുള്ള മിശിഹ അനുഭവത്തിലേക്ക് കടന്നു വന്നത് ഈ ഒരു സുവിശേഷ ഭാഗത്തിലൂടെയാണ്.
അതുകൊണ്ടാണ് നീ ദൈവത്തിൻ്റെ മിശിഹായാകുന്നു, പുത്രനായ മിശിഹായാകുന്നു എന്ന് പറയുവാൻ പത്രോസ്ലീഹായ്ക്ക് സാധിച്ചത്. അതാണ് പത്രോസ്ലീഹായുടെ മിശിഹ അനുഭവം. ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും ഈ സുവിശേഷ ഭാഗം എന്ത് വെല്ലുവിളിയാണ് ഉയർത്തുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മിശിഹ അനുഭവത്തിലേക്ക് നമുക്ക് വളരാനായി സാധിക്കുക എന്നൊന്ന് പരിചിന്തനം ചെയ്യാം. ഒരിക്കൽ ഒരു ദേശത്ത് മഹാനായ പ്രതാപിയായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിനെ എല്ലാവരും തന്നെ വണങ്ങണമെന്നും എല്ലാവരും തന്നെ ബഹുമാനിക്കണമെന്നും വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത് തന്നേക്കാൾ കൂടുതൽ ബഹുമാനം ലഭിക്കുന്ന മറ്റൊരാൾ തൻ്റെ രാജ്യത്തുണ്ട് എന്ന്. അത് മധ്യവയസ്കയായ ഒരു സ്ത്രീ ആയിരുന്നു. വലിയ പ്രാർത്ഥനയും പ്രവചനപരവുമുള്ള ആ സ്ത്രീ എല്ലാവരും അവരുടെ അടുക്കിലേക്ക് വരുമ്പോൾ വളരെ നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും പ്രത്യേകമായി ഭാവി പ്രവചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഴിവ് ഈ സ്ത്രീക്കുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവരെ ബഹുമാനിക്കുന്നു എന്ന് മനസ്സിലാക്കിയ രാജാവ് കോപം പൂണ്ട് ആ സ്ത്രീയോട് തൻ്റെ കൊട്ടാരത്തിലേക്ക് വരുവാനായി ആവശ്യപ്പെട്ടു. ആ സ്ത്രീ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നു. രാജാവിൻ്റെ ലക്ഷ്യം ഇതായിരുന്നു: ഈ സ്ത്രീ പറയുന്നതെല്ലാം തെറ്റാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ബഹുമാനിക്കണമെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തെളിയിക്കേണ്ടത് രാജാവിൻ്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് രാജാവ് ആ സ്ത്രീയോട് പറഞ്ഞു, നീ ഒരുപാട് കാര്യങ്ങൾ പ്രവചിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് എന്നോട് പറയുക, എന്നാണ് നീ മരിക്കുക എന്ന് എന്നോട് പ്രവചിക്കുവാനായി ആവശ്യപ്പെട്ടു. ആ സ്ത്രീ ശരിക്കും പ്രശ്നത്തിലായി. കാരണം ഞാൻ ഒരുപാട് കാലം ജീവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ രാജാവ് അവരെ വധിക്കുകയും ആ പ്രവചനം തെറ്റാവുകയും ചെയ്യും. മറ്റു രീതിയിലായാലും എന്നുവരെ ജീവിക്കുമെന്ന് ഒരു അളവുമില്ല. ആ സ്ത്രീ അവസാനം രാജാവിനോട് പറഞ്ഞു, എനിക്ക് ചിന്തിക്കുവാനായി 2 ദിവസത്തെ സമയം തരണം. ആ സ്ത്രീ പോയി 2 ദിവസത്തിന് ശേഷം രാജാവിൻ്റെ മുമ്പിൽ വന്നു നിന്നു. രാജാവ് സകല പ്രജകളെയും മന്ത്രിമാരെയും വിളിച്ചു കൂട്ടിയിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് രാജാവ് ചോദിച്ചു, പറയുക, നീ എന്നാണ് മരിക്കുക? ആ സ്ത്രീ രാജാവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്നാണ് മരിക്കുക എന്ന് എനിക്ക് കൃത്യമായി പറയുവാനായി സാധിക്കുകയില്ല. പക്ഷേ എനിക്കൊരു കാര്യം പറയുവാനായി സാധിക്കും. ഞാൻ മരിച്ചതിൻ്റെ 3-ാം ദിവസമായിരിക്കും രാജാവ് കൊല്ലപ്പെടുക. ഇത് രാജാവിനെ വളരെ പേടിയുണ്ടാക്കുകയും പിന്നീട് ആ സ്ത്രീയെ വളരെ സുരക്ഷിതമായി ഒരു സ്ഥലത്തേക്ക് താമസം മാറ്റുകയും എല്ലാവിധ ഭക്ഷണങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും നൽകി വളരെ വിശേഷവിധിയായി രാജാവ് അവരെ കാത്തുപരിപാലിക്കുകയും ചെയ്തു എന്നാണ് കഥ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, തകർന്ന് തരിപ്പണമായി നശിച്ചു പോയേക്കാവുന്ന ഒരവസ്ഥയിലേക്ക് ആ സ്ത്രീയുടെ ജീവിതം എത്തിയപ്പോൾ എല്ലാ പ്രതാപവുമുള്ള രാജാവുമായി തൻ്റെ ജീവിതത്തെ ഒന്ന് ബന്ധിപ്പിക്കുവാൻ അവർക്ക് സാധിച്ചപ്പോൾ അത് ഒരുപാട് കാലം ജീവിക്കുവാനുള്ള അവസരമായി. ഈ ഒരു മിശിഹ അനുഭവമാണ് പത്രോസ്ലീഹായിൽ നമുക്ക് കാണുക. തകർന്നു പോകുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവവുമായി ഒന്ന് ബന്ധിപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തെ സാധിച്ചു കഴിഞ്ഞാൽ നിത്യജീവനിലേക്ക് കടക്കുവാൻ എനിക്കും നിങ്ങൾക്കും അതുകൊണ്ട് കാരണമാകും. ഈ മിശിഹ അനുഭവത്തിലേക്കാണ്, ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ മിശിഹ അനുഭവത്തിലേക്കാണ് ഈ പള്ളിക്കൂദാശകാലം നമ്മെ വിളിക്കുന്നത്. ഇന്നത്തെ ലേഖനഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിലെ ലേഖനഭാഗങ്ങളിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സ്നേഹത്തിൻ്റെ വിലയെ വിളിച്ചോതുന്ന വളരെ ഭംഗിയുള്ള ലേഖനഭാഗം. ഇവിടെ സഹോദരമായ തമ്മിലുള്ള സ്നേഹത്തിലേക്ക് എങ്ങനെ വളരണമെന്ന് പൗലോസ്ലീഹ വളരെ ഭംഗിയായി നമ്മോട് പറയുന്നുണ്ട്. സഹോദരമായി ഉള്ള ബന്ധത്തിലൂടെയാണ് മിശിഹാനുഭവത്തിലേക്ക് നാം വളരുക. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ നമുക്ക് സ്നേഹിക്കുവാനായി സാധിക്കുകയില്ല. കാണപ്പെടുന്ന സഹോദരങ്ങളിൽ മിശിഹാനുഭവത്തിലേക്ക് നാം കടക്കുമ്പോൾ അതിലൂടെ ദൈവത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അവസാനമായി ഈശോനാഥൻ ഇന്ന് പത്രോസ്ലീഹായോട് ചോദിച്ചതിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാനും നിങ്ങളും മറ്റുള്ളവരോട് എപ്പോഴും അഭിപ്രായം ചോദിക്കുന്നവരാണ്. ഒരു പ്രസംഗം കഴിഞ്ഞാൽ ഇറങ്ങി വന്ന് മറ്റുള്ളവരോട് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പ്രസംഗം? ഒരു പാട്ട് കഴിഞ്ഞാൽ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പാട്ട്? അതെന്തിനു വേണ്ടിയാണ്? എൻ്റെ പെർഫോമൻസ്, ഞാൻ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എങ്ങനെയാണ് മറ്റുള്ളവർ കരുതുന്നത് എന്ന് അറിയുവാനുള്ള ആകാംക്ഷയാണ് അതിലുള്ളത്. എന്നാൽ ഈശോനാഥൻ ഇന്ന് പത്രോസ്ലീഹായോട് ചോദിച്ചത് അതേ ചോദ്യമാണ്. മറ്റുള്ളവരും നിങ്ങളും എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? അതൊരിക്കലും മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നില്ല. മറിച്ച് എന്നെ എങ്ങനെയാണ് മറ്റുള്ളവർ മനസ്സിലാക്കിയത് എന്ന് ഈശോയ്ക്ക് അറിയണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ പത്രോസ്ലീഹായ്ക്ക് സാധിച്ചപ്പോൾ അത് വിശ്വാസത്തിലേക്കുള്ള വലിയ വളർച്ചയായി. പൂഴി പോലെയുണ്ടായിരുന്ന പത്രോസ്ലീഹായ്ക്ക് അത് പാറ പോലെയാകുവാനുള്ള വിശേഷണത്തിന് കാരണമായി.
വീട് പണിയുമ്പോൾ നാം എല്ലാം മണൽ ഉപയോഗിക്കുന്നതാണ്. 8-9 ചട്ടി മണലിലേക്ക് ഒരൽപ്പം കോൺക്രീറ്റ് ഇടുമ്പോൾ ആ മണലിനെ ശക്തിയുള്ളതായി തീരുന്നു. പൂഴി പോലെയുള്ള പത്രോസ്ലീഹായെ ഈശോനാഥൻ എന്ന മിശിഹാനുഭവത്തിൻ്റെ കോൺക്രീറ്റുമായി ചേർന്നപ്പോൾ വളരെ ശക്തിയുള്ള പാറയായി തീർന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിൽ ഈ പള്ളിക്കൂദാശ കാലഘട്ടത്തിലേക്ക് നാം കടക്കുമ്പോൾ ജീവിത അനുഭവങ്ങളിൽ പൂഴി പോലെ തകർന്നു പോവുകയാണെങ്കിൽ മിശിഹ അനുഭവമെന്ന ആ ശക്തിയെ ചേർത്ത് വെച്ചുകൊണ്ട് പാറ പോലെ ഉറച്ചവരായി വിശ്വാസത്തിൽ വളരുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിനുള്ള കൃപാവരം സർവശക്തൻ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.